ഈ നട തുറന്നാലേ ദൈവം നമ്മളെ കാണും. ദൈവം എല്ലായിടത്തും ഉണ്ടെന്നല്ലേ പറയുന്നത്. ഈശാവാസ്യ ഉപനിഷത്ത് കേട്ടിട്ടുണ്ടോ? ഈശാവാസ്യം ഇതം സർവം. എല്ലായിടത്തും ദൈവമുണ്ട് അല്ലേ? എല്ലായിടത്തും ദൈവമുണ്ട്. അപ്പൊ നട തുറന്നില്ലെങ്കിലും ദൈവം നമ്മളെ കാണൂലേ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നൂലേ. എന്തിനാ പിന്നെ നട തുറക്കാൻ കാത്തു നിൽക്കുന്നത്? ദൈവം നമ്മളെ കാണാനല്ല. നട തുറക്കാൻ കാത്തു നിൽക്കുന്നത് ആ ശ്രീകോവിൽ കത്തിച്ച വെളിച്ചം ഉണ്ടല്ലോ, ആ വെളിച്ചം ഇങ്ങോട്ടേക്ക് ഏറ്റുവാങ്ങാനാ. കയ്യിലെ വിരൽ എങ്ങോട്ടാ ചൂണ്ടുന്നത്? ഇതല്ലേ പ്രധാന വിരല്, ഇതല്ലേ ലൈക്ക് അടിക്കുന്ന വിരൽ, ഇതല്ലേ തള്ള വിരല്. ബാക്കി 4 മക്കളല്ലേ, ഇതല്ലേ തള്ള. നമ്മൾ പ്രധാനപ്പെട്ട വിരല് ദൈവത്തിനെ കൊള്ളെ അല്ലല്ലോ ചൂണ്ടുന്ന, ഇങ്ങോട്ടല്ലേ. ഇവിടെയാണ്. ഇവിടുന്ന് ഒരു കണക്ഷൻ കൊടുക്കണം ഇങ്ങോട്ടേക്ക്. അതാ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആക്കുന്നില്ലേ? മേലേക്കാവിലും താഴേക്കാവിലുള്ള ആൾ ഇവിടെയാ. ഈ ഹൃദയത്തിലും മനസ്സിലുമാണ് വെളിച്ചം വേണ്ടത്. മനസ്സിലും ഹൃദയത്തിലും. എന്നിട്ട് പ്രസാദം വാങ്ങുന്നില്ലേ? പ്രസാദം വാങ്ങിയിട്ട് അതിൽ നെറ്റിയിൽ തൊടുന്നതിന് മുമ്പ് എന്താ അതിൽ ചാലിച്ച് ചേർക്കുന്ന? പ്രസാദത്തിൽ ചാലിച്ച് ചേർക്കുന്നത് തീർത്ഥക്കുളത്തിലെ മണിക്കിണറിലെ തീർത്ഥജലമാണ് ചാലിക്കുക അല്ലേ? അല്ല, അതിൽ ചേർക്കേണ്ടത് എന്താണ്? പ്രസാദത്തിൽ ചാലിക്കേണ്ടത് എന്താണെന്ന് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. പറഞ്ഞതാ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം. അടുത്ത വരി എന്താ? നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ചേ നെറ്റിയിലിട്ട്. ഈ നെറ്റിയിൽ പ്രസാദം ഇടുന്നത് നെഞ്ചിലെ വെളിച്ചമില്ലേ? എന്റെ നന്മ, എന്റെ വിദ്യ, എന്റെ അറിവ്, ആ വെളിച്ചം എടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ, നെറ്റിയിലും ചന്ദനമോ ഭസ്മമോ പൂശിയാൽ എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാവോ? എന്താ ഇതിന്റെ അർത്ഥം? എന്റെ ചിന്തകളിൽ പ്രകാശമുണ്ട് എന്ന. ഒരു ദുഷ്ടചിന്ത എന്റെ തലയിൽ ഇല്ലെന്ന.